നിനക്കെന്തോ ഒരുപാട് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഒരു മൗനം? സഞ്ജീവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? എന്തുണ്ടെങ്കിൽ തുറന്നു പറ മോളെ. കമ്മീഷൻ നിലക്ക് നിർത്താൻ വാക്കേറ്റോ കയ്യേറ്റോ എന്തിനും നിങ്ങൾ തയ്യാറാണ്. സഞ്ജീവൻ IPS ജീവനോടുണ്ടോ ചേച്ചി? മനു, ഡോണ്ട് പ്ലേ ദ ഫൂൾ. ഇപ്പൊ തന്നെ മമ്മിയും ഡാഡിയും ഞാൻ കാണാൻ വന്നപ്പോ സഞ്ജീവൻ ഒപ്പം വന്നില്ലല്ലോ. അവിടെ ട്യൂഷൻ, കുട്ടന്മാർക്ക് പരീക്ഷ. കുട്ടന്മാരോ? അവന്മാരാരാ? അവന്മാരല്ല, അവളുമാര്, സഹോദരിമാര്. ചെല്ലക്കുട്ട, മക്കളെ, മോനെ എന്തൊക്കെയാ വിളിക്കുന്നത്? എനിക്ക് ഒരു പെറ്റിനെ പോലും ഇല്ല. അപ്പൊ എന്റെ മോക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനമില്ലെന്നോ? അതെ അങ്കിൾ. ആഹാ, ഇത് കൈകാര്യം ചെയ്യണം. അവൻ അത്ര വലിയ കമ്മീഷൻ നോക്കട്ടാ. ഞാൻ CM വിളിച്ച് പറയാൻ മോളെ. അല്ലെങ്കിൽ വേണ്ട, സഞ്ജീവനെ ഞാൻ നേരിട്ട് തന്നെ കണ്ടു കൊടുക്കാം. പെങ്ങന്മാരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം. ആഹാ, അളിയനെന്ത് പറയുന്നു? കല്യാണം കഴിച്ചെന്ന് കരുതി സഞ്ജീവൻ എന്താ പെങ്ങന്മാരെ ഞാൻ കൊന്നുകളയണോ എന്ന് ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യക്കായിരിക്കണം ഒന്നാം സ്ഥാനം, അല്ലേ സൗദാമിനി? ഒന്നും ഉണ്ടായിരിക്കണോ? സഞ്ജീവന്റെ സഹോദരിമാര് അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളാ. അവരെ അവൻ കൂടുതൽ ഫേവർ ചെയ്യുന്നെങ്കിൽ അത് അവന്റെ മനസ്സിന്റെ നന്മയാ. എന്താ തർക്കമുണ്ടോ അതെനിക്ക്? മോളെ, സഞ്ജീവൻ ഇസ് വെരി ഡിവോട്ടഡ് ആൻഡ് സിൻസിയർ ടു യു. പിന്നെ ഭാര്യയും കെട്ടിയൊരുക്കി ക്ലബിലും പാർട്ടിക്കും ഒന്നും പോകുന്നില്ലായിരിക്കും. അങ്ങനെ നടക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ താളപ്പിഴകളും ഉണ്ട്. ആ, മോള് ജീവിതം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. സഞ്ജീവന്റെ മഹത്വം എന്താണെന്ന് ഒരിക്കലും എന്റെ മോൾ അറിയും, അല്ലേ ലക്ഷ്മി? മോൾ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. സഞ്ജീവിന്റെ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞങ്ങ് പോവില്ലേ. അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് അവളുമാർക്ക് അടിമയായിട്ട് കഴിയണമെന്ന് നടക്കില്ല മമ്മി. എന്റെ ശരീരത്ത് ഓടുന്നതേ DGP രാജേന്ദ്രൻ നായരുടെ ബ്ലഡാ. ഉടനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവളുമാരിന്ന് സഞ്ജീവനിയും പറിച്ചെടുത്തോണ്ട് ഞാനൊരു വരവിങ് വരും. പറിച്ചെടുത്തോ, വേറിട്ട് പോകരുത്. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ? ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യുവാണോ? ആണല്ലോ, എനിക്ക് ജോലി തിരക്കുണ്ട്. ആരാ? കാര്യം പറയൂ. ഞാൻ സാറിന്റെ ഒരു വെൽവിഷറാ. എന്താ വെൽവിഷർ? പറയൂ. സാർ, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ സന്തോഷവതിയല്ലെങ്കിൽ എന്തായിരിക്കും കാരണം? അത് അവളുടെ കയ്യിലിരിപ്പ്. ഇതറിയാൻ പോലീസ് കമ്മീഷണർ വിളിക്കണമെന്നില്ല. മനഃശാസ്ത്രത്തിനോട് ചോദിക്കാന്നൊരു പങ്ക്തിയുണ്ട്, അങ്ങോട്ട് എഴുതി ചോദിച്ചാൽ മതി. ഞാൻ പറയുന്നത് സാറിന്റെ വൈഫിന്റെ കാര്യമാ. സാറിന്റെ വീട്ടില് ഗീത ഒരുപാട് ടോർച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരിമാരോടുള്ള അമിതമായ സ്നേഹം കാരണം ഭാര്യയെ സ്നേഹിക്കാൻ സാർ മറന്നു പോകുന്നു. അത് കഷ്ടമല്ലേ സാർ? അവളെ വിളിച്ചോണ്ട് DGPയുടെ വീട്ടിൽ പോയി ഗ്രാൻഡ് ലെവലിൽ ജീവിച്ചൂടെ സാർ? ഇല്ലെങ്കിൽ ആ കുട്ടി വല്ല അവിവേകം കാണിക്കും, പറഞ്ഞേക്കാം. ഒരു സോഫ്റ്റ് ഹാർട്ട് ആ കുട്ടിയുടേത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കണേ സാർ. ഹലോ. കേട്ടോ കൂട്ടന്മാരെ, ഇന്ന് ഓഫീസിൽ ഒരു ഫോൺ കോൾ വന്നിരുന്നു. ഒരു വെൽവിഷറിന്റെ. ഏതോ ഒരു പെണ്ണ, ഒരു ഭ്രാന്തി. കുട്ട, ഏട്ടത്തേക്ക് വെള്ളം കൂടെ. ചോറ് മണ്ടേ കയറിയ നാട്ടിൻപുറത്തൊരു ഫസ്റ്റ് എയ്ഡാ, ഉറ്റിക്കടിക്കുക. ഓക്കെ ആയല്ലോ. അപ്പൊ വെൽവിഷർ ഒരുതരം ആണും പെണ്ണും കേട്ടോ സെക്കൻഡ് ടൈപ്പ് ശബ്ദം. ഉളമ്പാറ കേസാ. ഒരുപാട് ഇംഗ്ലീഷൊക്കെ പഠിച്ച് തലയെറിഞ്ഞായിരിക്കും. അതെങ്കിലും അവള് പറഞ്ഞു നീ ഒന്ന് കേൾക്കണമായിരുന്നു. ചെവിക്കല്ലിലിട്ട് പൊട്ടിക്കാൻ തോന്നും. ബ്ലഡി. വീണ്ടും ചുമക്കണോ? ഉറ്റിക്കടിക്കണോ? അപ്പൊ അവള് പറഞ്ഞു കേക്കണ്ടേ, ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗീതുവിനെയും കൂട്ടി DGPയുടെ വീട്ടിൽ പോയി താമസിക്കണത്രേ. അല്ല ഗീതു എന്നെ പറ, ഈ ജന്മ ഈ കുട്ടികളെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കാൻ വേണ്ട. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയോ? മനസ്സിലായില്ലേ? അവളാണ് ഈ ശബ്ദം മാറ്റി വിളിച്ചത്. ഏട്ടാ, ഞങ്ങളൊരു കാര്യം പറയട്ടെ. ഏട്ടൻ ഏട്ടത്തിയോടൊപ്പം അവരുടെ വീട്ടിൽ പോയി താമസിച്ചോ? ഞങ്ങളെ നോക്കാൻ അച്ഛനുണ്ടല്ലോ. ഏട്ടത്തിയുടെ മനസ്സിൽ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ കാണുന്നത് തന്നെ ഏട്ടത്തിക്ക് കലിയാണ്. അതുകൊണ്ട് ഏട്ടൻ പൊയ്ക്കോ. ഏട്ടൻ പോവാം. രണ്ട് മിടുക്കം പയ്യന്മാരെ കണ്ടുപിടിച്ച് എന്റെ ഈ പാവം കുട്ടിയെയും ഈ വായാടിയ കുട്ടിയെയും അവരുടെ ഏൽപ്പിച്ചിട്ട് ഏട്ടൻ പോവാം. അതുവരെ നമ്മളെ പിരിക്കാൻ ഈശ്വരന് പോലാവില്ല. ഒന്നും വിഷമിക്കണ്ട. മക്കൾ പോയി ആഹാരം കഴിച്ച് കിടന്നു തുടങ്ങിക്കോ. ഒന്നും വിഷമിക്കണ്ട, മക്കൾ പോയി ആഹാരം കഴിച്ചു കിടന്നു. നല്ലോണം വേർക്കുന്നല്ലോ. ഇപ്പോഴൊക്കെയാണ് ഒരു AC യുടെ ആവശ്യം. അതേ സ്മാർട്ട് ആവണ്ട. നിങ്ങൾ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ DGPയുടെ മോളാ.
ശബ്ദം മാറ്റി പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്ന അറിഞ്ഞോണ്ട് തന്നെ വിളിച്ചത്. മാറി താമസിച്ചാൽ എന്താ? നാളെ തന്നെ നമ്മൾ എന്റെ വീട്ടിലേക്ക് മാറുന്നു. നമ്മൾ മാറുന്നില്ല, നിനക്ക് വേണമെങ്കിൽ മാറാം. അങ്കിളിനും പെങ്ങന്മാർക്കും മാസം മാസം ചെലവിനുള്ള പണം കൊടുത്താ പോരെ? സഞ്ജീവിന് കിട്ടുന്ന മുഴുവൻ ശമ്പളവും കൊടുത്തോ, എനിക്ക് ഒരു വിരോധവും ഇല്ല. എന്താ അത് പോരെ? പോരാ. ഡാഡിയുടെയും മമ്മിയുടെയും സ്നേഹം ഒരുപോലെ അനുഭവിച്ച് വളർന്ന നിനക്ക് പെറ്റമ്മയില്ലാതെ വളരുന്ന പെൺകുട്ടികളുടെ ദുഃഖം ഈ ജന്മം മനസ്സിലാവില്ല. ഇതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും. പെങ്ങന്മാർക്ക് എന്തുമാത്രം പെറ്റ് നെയിംസാ. കുട്ടന്മാരെ, മോളെ. എന്നെ ഒരിക്കലെങ്കിലും മോളെ എന്ന് വിളിച്ചിട്ടുണ്ടോ? അയ്യോ, നിന്നെ പലപ്പോഴും മോളെ എന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ മോളേക്ക് മുമ്പ് വേറെ ചിലത് കൂടി ചേർക്കേണ്ടി വരും. അതെന്താ അത്? പുന്നാര മോളേ, കരളിന്റെ മോളേന്നൊക്കെ. എടി, വീട്ടിലെ സ്ഥാനം വേണമെങ്കിൽ ആദ്യം ഒരു നല്ല പെണ്ണാവണം, പിന്നെ നല്ല ഭാര്യയാവണം. ഒരുപാട് ഭാരം ചുമക്കേണ്ടവളാണ് ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. നീ ഇത് കേട്ടിട്ടുണ്ടോ? മലയാളം പാട്ടും കവിതയൊന്നും എനിക്കറിയില്ല. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഇനി പഠിക്കുകയും വേണ്ട. അതാണ് അടിസ്ഥാനപരമായ കുഴപ്പം. നീ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇതുവരെ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഒരു ചമ്മന്തി അയക്കാൻ നിനക്കറിയോ? പോട്ടെ, ഏറ്റവും കുറഞ്ഞൊന്ന് സ്നേഹിക്കാൻ അറിയൂ. കല്യാണത്തിന് മുമ്പ് എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. എന്റെ ഭാര്യ എന്റെ സഹോദരിമാർക്ക് ഏട്ടത്തെയാവണം, അമ്മയാവണം, കൂട്ടുകാരിയാവണം എന്നൊക്കെ. എല്ലാം ആയില്ലെങ്കിലും ഇവരേതെങ്കിലും ഒന്നായിക്കോട്ടെ നിനക്ക്. സാറെന്താ മുറ്റത്തിങ്ങനെ മഞ്ഞും കൊണ്ട്? ഒന്നുമില്ല, വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച്. സാറിന്റെ ഇടതു ഭാഗം അല്പ കുഴപ്പമാണല്ലേ? ഒരു കുഴപ്പമില്ല. അതല്ല, ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ കേൾക്കാറുണ്ടെന്ന് എന്റെ ഭാര്യമാര് പറഞ്ഞാണ്. പൊട്ടലും ചീറ്റലും അതുകൂടെ കടുവറുത്തപ്പോ കേട്ടായിരിക്കും. കടുവറുക്കുമ്പോ അങ്ങനെ ഇംഗ്ലീഷ് പൊട്ടലൊന്നും കേൾക്കാറില്ലല്ലോ. ഇടയ്ക്ക് അല്പസ്വല്പം കാശവിഷയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ദാമ്പത്യ ബന്ധത്തിന് എന്ത് സുഖമാണോ? അപ്പൊ അല്പസ്വല്പമൊക്കെ ഉണ്ട്. അതൊക്കെ സാർ എന്നെ കണ്ടു പഠിക്കണം. സാറ് കേട്ട് കാണുമല്ലോ, 2 മലകൾ തമ്മിൽ ചേരും, പക്ഷെ 4 തമ്മിൽ ചേരില്ല. അതെന്റെ കാര്യത്തിൽ തെറ്റാ. എനിക്ക് 2 ഭാര്യമാരല്ലേ. ഒരപശബ്ദം ഇന്ന് വരെ അവിടുന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം അവളുമാർ ഒരു ചുവട് മുമ്പോട്ട് വെക്കില്ല. പക്ഷെ എവിടെ വരയ്ക്കണമെന്നുള്ളത് അവളുമാര് തീരുമാനിക്കും അല്ലേ? കഷ്ടപ്പെട്ട് പലിശക്ക് പണം കടമേടിച്ച അവനെ ഞാൻ IPS കാരനാക്കിയത്. എന്നിട്ടും എന്റെ തന്തയ്ക്ക് വിളിച്ച സർക്കിളിലെ അവ തന്തയ്ക്ക് വിളിച്ചില്ല. ആദർശവാദി. എന്റെ മരുമോള് നല്ലോളാ, ദേവതയാ. അവളുടെ കാശ് കൊണ്ടാ ഞാനിപ്പൊ ജീവിക്കുന്നത്. എന്റെ വയറ്റിൽ കിടക്കുന്ന മദ്യം DGPയുടെ മോള് വാങ്ങി തന്നതാ. അതിന്റെ അന്തസ്സ് എനിക്കുണ്ടടാ. കേട്ടോടാ സഞ്ജീവാ. മർമ്മം നല്ല ഫോമിലാണല്ലോ. കേട്ടില്ലേ, കുടിക്കാൻ പണം കൊടുക്കുന്ന സാറിന്റെ ഭാര്യയാണെന്ന്. ശരിയാണോ സാർ? എനിക്കറിയില്ല. താൻ പിടിച്ചോണ്ട് റൂമിൽ കൊണ്ട് കിടത്തോ. സാർ